We shall now begin a new chapter, chapter 12, Atoms. J.J. Thomson 1897 ഡിസ്ചാർജ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ഗ്യാസസ് അതിൽ ധാരാളം എക്സ്പെരിമെൻറ്റ്സ് ചെയ്തു. അതായത് ഒരു ഗ്ലാസ് ട്യൂബിൽ ഗ്യാസ് അറ്റ് ലോ പ്രഷർ എടുത്തു. എന്നിട്ട് 2 ഇലക്ട്രോഡുകൾ, നിങ്ങൾ കെമിസ്ട്രിയിൽ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും, ഇലക്ട്രിക് ഡിസ്ചാർജ് ത്രൂ ഗ്യാസസ്. 2 ഇലക്ട്രോഡുകൾ എടുത്തു ആ ഗ്ലാസ് ട്യൂബിൻ്റെ ഉള്ളിൽ, കാത്തോഡും ആനോഡും. എന്നിട്ട് ആ ലോ പ്രഷറിലുള്ള ഗ്യാസിലൂടെ കറണ്ട് കടത്തി വിട്ടു. അപ്പോൾ ഹി ഒബ്സർവ്ഡ് ഡിഫറെൻറ്റ് ഫിനോമിന. നിങ്ങൾ കാത്തോഡ് ഗ്ലോ, ഫ്ലൂറസെൻറ്റ് ഗ്ലോ എന്നുള്ള അങ്ങനത്തെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മളിവിടെ പഠിക്കുന്നില്ല. ആ ഇലക്ട്രിക് ഡിസ്ചാർജ് ത്രൂ ഗ്യാസസ് J.J. തോംസൺ 1897 ആ എക്സ്പെരിമെൻറ്റുകൾ നടത്തി. അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് ഹി പ്രപ്പോസ്ഡ് ദി ഫസ്റ്റ് മോഡൽ ഓഫ് ദി ആറ്റം 1898. അപ്പോൾ ആ മോഡലിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, മുഴുവൻ പോസിറ്റീവ് ചാർജും ഒരു ആറ്റത്തിൻ്റെ ഹോൾ വോളിയത്തിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അതിൻ്റെ ഇടയിൽ ഇലക്ട്രോൺസ്, ഒരു വാട്ടർ മെലോണിൽ എങ്ങനെയാണോ സീഡ്സ് ഉള്ളത് അതേപോലെ ആ പോസിറ്റീവ് വോളിയത്തിൽ, ലാർജ് പോസിറ്റീവ് വോളിയത്തിൻ്റെ ഇടയിൽ ഇലക്ട്രോൺസ് ആർ എംബഡഡ് ഇൻ ഇറ്റ് ലൈക്ക് സീഡ്സ് ഇൻ എ വാട്ടർ മെലോൺ. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഒരു പുഡിങ്ങിൽ എങ്ങനെയാണോ ഇടയിൽ പ്ലംസ് ഉള്ളത് അതേപോലെ ആ ഹോൾ പോസിറ്റീവ് ചാർജ് ആറ്റം എന്ന് പറയുന്നത് മൊത്തമായിട്ട് അതിൻ്റെ വോളിയം മുഴുവൻ പോസിറ്റീവ് ചാർജാണ്. അതിൻ്റെ ഉള്ളിൽ ഇടയിലായിട്ട് ഇലക്ട്രോൺസ് എംബഡഡ് ആണ്. ആ മോഡലിനെയാണ് പ്ലം പുഡിംഗ് മോഡൽ എന്ന് പറയുന്നത്. പക്ഷേ ഈ പ്ലം പുഡിംഗ് മോഡലിന് പിന്നീട് ഒബ്സർവ് ചെയ്ത പല ഫാക്റ്റുകളും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. അതായത് ആറ്റോമിക് സ്പെക്ട്രൽ ലൈൻസും ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് ദാറ്റ് മോഡൽ വാസ് റിജക്റ്റഡ്. പിന്നെ J.J. തോംസൻ്റെ തന്നെ സ്റ്റുഡൻ്റായ റുദർഫോർഡ്, ഹീ പെർഫോംഡ് അനദർ എക്സ്പെരിമെൻറ്റ്, ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. ആ എക്സ്പെരിമെൻറ്റ് നടത്തിയത് ഗീഗർ ആൻഡ് മാർസ്ഡൻ ഒരു 20-year-old സ്റ്റുഡൻ്റാണ്. ഇവർ രണ്ടുപേരും റുദർഫോർഡിൻ്റെ സജഷനിലാണ് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്തത്. അപ്പോൾ അതിൽ റുദർഫോർഡ് ചെയ്യിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒരു ആൽഫ പാർട്ടിക്കിളിൻ്റെ സോഴ്സ്, ഈ ആൽഫ പാർട്ടിക്കിൾസ് ലെഡ് ബ്രിക്കുകളിലൂടെ അതിനെ നാരോ ആക്കാൻ വേണ്ടിയിട്ടാണ് ലെഡ് ബ്രിക്സിലൂടെ കടത്തിവിടുന്നത്. അതായത് ഈ ലെഡ് ബ്ലോക്സ് ആൽഫ പാർട്ടിക്കിളിനെ അബ്സോർബ് ചെയ്യില്ല. അതിനെ കോളിമേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നാരോ ആവാൻ വേണ്ടി ലെഡ് ബ്ലോക്സിലൂടെ കടത്തിവിട്ട് ഈ ബീം ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ഒരു ഗോൾഡ് ഫോയിൽ വിച്ച് ഈസ് വെരി തിൻ എന്ന് പറഞ്ഞാൽ 2.1 × 10⁻⁻⁷ മീറ്റർ, അതായത് ഒരു ആറ്റോമിക് ലെയർ, ഒരു സിംഗിൾ ലെയർ ഓഫ് ആറ്റത്തിൻ്റെ തിക്നെസ്സേ അതിന് വരുന്നുള്ളൂ, അതിൽ വന്ന് സ്ട്രൈക്ക് ചെയ്തു. എന്നിട്ട് ഈ സ്ട്രൈക്ക് ചെയ്ത ആൽഫ പാർട്ടിക്കിളിനെ സ്റ്റഡി ചെയ്യണം. ഇത് സ്കാറ്റർ ചെയ്തിട്ട് എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് എന്നുള്ളതാണ് സ്റ്റഡി. അപ്പോൾ ഈ സ്കാറ്റേർഡ് ആൽഫ പാർട്ടിക്കിൾസിനെ എങ്ങനെയാണ് ഒബ്സർവ് ചെയ്തത്? ഒരു സിങ്ക് സൾഫൈഡ് സ്ക്രീന്, ZNS സിങ്ക് സൾഫൈഡ് സ്ക്രീന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പോൾ സ്കാറ്റർ ചെയ്ത ആൽഫ പാർട്ടിക്കിൾസ് പല ആംഗിളിൽ സ്കാറ്റേർഡ് ആവും. ആ ആൽഫ പാർട്ടിക്കിൾസ് സിങ്ക് സൾഫൈഡ് സ്ക്രീനിൽ വന്ന് പതിക്കുമ്പോൾ അവിടെ ലൈറ്റ് ഫ്ലാഷസ് അല്ലെങ്കിൽ സിൻഡിലേഷൻസ് ഉണ്ടാവുന്നു. അത് ഏതിലൂടെയാണ് നോക്കുന്നത്? ഒരു ഡിറ്റക്ടർ എന്ന് പറയുന്നത് ഒരു മൈക്രോസ്കോപ്പാണ്. റൊട്ടേറ്റബിൾ ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ വെച്ച് നമുക്ക് നോക്കാം. റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഡിറ്റക്ടറാണ് റൊട്ടേറ്റബിൾ ഡിറ്റക്ടർ. അപ്പോൾ ഈ സിങ്ക് സൾഫൈഡ് സ്ക്രീനിലെ സിൻഡിലേഷൻസ് നമ്മൾ ഈ മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്ത് ഓരോ ആംഗിളിലും എത്ര ആൽഫ പാർട്ടിക്കിൾസ് സ്കാറ്റേർഡായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സ്റ്റഡി ചെയ്തത്. അപ്പോൾ എന്നിട്ടൊരു ഗ്രാഫ് വരച്ചു. അതായത് സ്കാറ്ററിങ് ആംഗിളും നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസും തമ്മിൽ ഒരു ഗ്രാഫ് വരച്ചപ്പോൾ കിട്ടിയ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ, ഈ ഇതിൽ തട്ടി തിരിച്ചു പോകുന്ന ആൽഫ പാർട്ടിക്കിൾ, അതായത് റീബൗണ്ട് ചെയ്ത ആൽഫ പാർട്ടിക്കിളുടെ എണ്ണം വളരെ കുറവാണ്, നെഗ്ലിജിബിളേ ഉള്ളൂ. അതേസമയം മിക്കവാറും ആൽഫ പാർട്ടിക്കിൾസ് ഈ ഗോൾഡ് ഫോയിലിലൂടെ സ്ട്രെയിറ്റ് ആയി കടന്നുപോയി. വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസാണ് ലാർജ് ആംഗിളിലൂടെ. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് എത്ര ഡീവിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്, ആ ഡീവിയേഷനാണ് ആംഗിൾ ഓഫ് സ്കാറ്ററിങ്. തീറ്റ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ?
സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് എത്ര ഡീവിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് ആംഗിൾ ഓഫ് സ്കാറ്ററിങ്. അപ്പോൾ മിക്കവാറും ആൽഫ പാർട്ടിക്കിൾസ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കടന്നുപോയി. വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ്, ഇപ്പോൾ ഇതിൽ നോക്കൂ, എബൌട്ട് 1 in 8,000 ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക്. അതായത് തിരിച്ച് ഇത്രയും വലിയ ആംഗിളിലൂടെ സ്കാറ്റർ ചെയ്ത് വളരെ കുറച്ചാണ്. ഇവിടെ തിരിച്ചു വന്നത് വളരെ കുറച്ചെണ്ണമാണ് തിരിച്ചു വന്നിട്ടുള്ളൂ. അപ്പോൾ സ്കാറ്ററിങ് ആംഗിൾ അല്ലെങ്കിൽ 180 ഡിഗ്രി തിരിച്ചു പോയത് വളരെ കുറച്ചേ ഉള്ളൂ. ലാർജ് ആംഗിളിൽ സ്കാറ്റർ ചെയ്ത ആൽഫ പാർട്ടിക്കിളുകളുടെ എണ്ണം വളരെ വളരെ കുറവാണ്. അപ്പോൾ മിക്കവാറും മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ. സം വർ സ്കാറ്റേർഡ് ത്രൂ ആൻ ആംഗിൾ ആൻഡ് സം ഓഫ് ദം ഇൻ ലാർജ് ആംഗിൾസ്. ഫ്യൂ വർ റിഫ്ലക്റ്റഡ് ബാക്ക്. അപ്പോൾ ഇതിൽ നിന്ന് റുദർഫോർഡ് നടത്തിയ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഹീലിയം ന്യൂക്ലിയൈ ആണ്. അതിനെപ്പറ്റി നമ്മൾ അടുത്ത ചാപ്റ്ററിൽ, ന്യൂക്ലിയസ് എന്നുള്ള ചാപ്റ്ററിൽ എന്താണ് ആൽഫ പാർട്ടിക്കിൾ എന്ന് പഠിക്കുന്നുണ്ട്. പോസിറ്റീവ് ഹീലിയം ന്യൂക്ലിയൈ ആണ്. അപ്പോൾ അതിനെ റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ ഒരു വലിയ പോസിറ്റീവ് സെൻറ്ററിനാണ് അതിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ആറ്റത്തിലെ മുഴുവൻ പോസിറ്റീവ് ചാർജും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കോൺസെൻട്രേറ്റഡ് ആണ്. ഒരു പർട്ടിക്കുലർ വോളിയത്തിൽ കോൺസെൻട്രേറ്റഡ് ആണ് ആറ്റത്തിലെ മുഴുവൻ പോസിറ്റീവ് ചാർജും എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തി റുദർഫോർഡ്. പിന്നെ മിക്കവാറും ആൽഫ പാർട്ടിക്കിൾ സ്ട്രെയിറ്റ് ആയി പോകുന്നു എന്നുള്ളത് കൊണ്ട് മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ആൻ ആറ്റം ഈസ് എംപ്റ്റി സ്പേസ്. എംപ്റ്റി ആയതുകൊണ്ടാണ് അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കടന്നു പോയത്. ഇതിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഗോൾഡ് ഫോയിൽ വളരെ തിന്നാണ്, ഒരു ആറ്റം ലെയറിൻ്റെ തിക്നെസ്സേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഗോൾഡ് ഫോയിലിനെ ഈ 10⁻⁻7 തിക്നെസ് എന്ന് പറഞ്ഞാൽ അതിനെ ഒരു ആറ്റമായിട്ട് അറ്റോമിക് ലെയറാണത്. അപ്പോൾ ആറ്റത്തിലെ മിക്കവാറും സ്പേസ് എംപ്റ്റി ആയതുകൊണ്ടാണ് മെജോറിറ്റി ആൽഫ പാർട്ടിക്കിൾ സ്കാറ്റേർഡ് ആവാതെ സ്ട്രെയിറ്റ് ആയി കടന്നുപോയത്. വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസാണ് ലാർജ് ആംഗിളിലൂടെ സ്കാറ്റർ ചെയ്തിട്ടുള്ളൂ. റീബൗണ്ട് ചെയ്തത് വളരെ കുറച്ചാണ്. അതിൽ നിന്ന് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഇതിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ട പോസിറ്റീവ് ചാർജ് വളരെ ചെറിയൊരു വോളിയം 10⁻15 മീറ്ററിൽ കോൺസെൻട്രേറ്റഡ് ആണ്. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ സൈസ് 10⁻15 മീറ്റർ ആണ് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് റുദർഫോർഡ് എത്തി. പിന്നെ ഇലക്ട്രോൺസ് ഈ ന്യൂക്ലിയസിൻ്റെ ചുറ്റും റിവോൾവ് ചെയ്യുന്നു. ഇലക്ട്രോൺസിന് ഇവിടെ സ്കാറ്ററിങ്ങിൽ റോളില്ല. അപ്പോൾ ഇതാണ് ദ കൺക്ലൂഷൻസ് ഓഫ് ദ ഒബ്സർവേഷൻസ് ഓഫ് റുദർഫോർഡ് സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്.